കാർവാർ എംഎൽഎയും പോലീസും തമ്മിൽ സ്ഥലത്ത് വാക്കേറ്റമുണ്ടായി. മാധ്യമപ്രവർത്തകരെ അപകട സ്ഥലത്തേക്ക് കടത്തിവിടണമെന്നാവശ്യപ്പെട്ടതാണ് വാക്കേറ്റത്തിലേക്ക് എത്തിയത്. The river also, we have called diving people. Diving people cannot see the water, this thing inside, because it is again mixing with the mud. So they cannot see the clear water also. They are trying, 100% they are trying. Still, how many missing is there? As per my knowledge, as per my assumption, it may be another 2 or 3. Yeah, because now 8 people we got. One lady we have not identified, and one that fellow Janardhan or Jagannath we have not find, and one of the truck of Bharat Benz we have not find. 3 people are there. സരീഷ് പി കെ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് സംഭവ സ്ഥലത്തു നിന്ന് വിശദാംശങ്ങളുമായി. സരീഷ്, റഡാർ അടക്കം സ്ഥലത്തെത്തിച്ച് രക്ഷാപ്രവർത്തനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുടുംബമടക്കം, നിങ്ങൾ മാധ്യമപ്രവർത്തകരടക്കം ഈ രക്ഷാദൗത്യം നടക്കുന്നതുമായി ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് ഉള്ളതെന്നാണ് കരുതുന്നത്. ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട അധികൃതർ നൽകുന്ന വിവരമാണ് നിങ്ങൾക്ക് ആകെ ലഭിക്കുന്നത് എന്നുമാണ് മനസ്സിലാക്കുന്നത്. രക്ഷാപ്രവർത്തനം ഈ ഘട്ടത്തിലെങ്കിലും ഊർജിതമായി നടക്കുന്നുണ്ടോ സരീഷ്? എന്താണ് യഥാർത്ഥത്തിൽ ഈ അപകടം നടന്ന സ്ഥലത്ത് സംഭവിക്കുന്നത് എന്ന് ഒരു തരത്തിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നില്ല. കാരണം അവിടെ മണ്ണെടുപ്പ് നടക്കുന്നുണ്ടോ, റഡാറുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തിയായോ, അല്ലെങ്കിൽ അവിടെ ആ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ടോ തുടങ്ങി ഒരു തരത്തിലുള്ള വിവരവും പുറം ലോകത്തെ അറിയിക്കാതെയാണ് അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും 4 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരെയും എല്ലാവരെയും തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ബന്ധുക്കളെ ഉൾപ്പെടെ കടത്തിവിട്ടിരുന്നില്ല. അതിനുശേഷം SP എത്തി ബന്ധുക്കളെ മാത്രം, 2 പേരെ മാത്രം കടത്തിവിടാം എന്ന് പറഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ അല്പം മുൻപ് കാർവാർ MLA ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക് എത്തിയത്. അദ്ദേഹം മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ MLA തന്നെ പോലീസുകാരോട് മാധ്യമപ്രവർത്തകരെ ഇവിടേക്ക് കടത്തിവിടണം, കാരണം മാധ്യമപ്രവർത്തകർ ഇത് റിപ്പോർട്ട് ചെയ്യാൻ എത്തിയവരാണ്, അവിടെ എന്താണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ കൃത്യമായി പുറം ലോകത്തെ അറിയിക്കേണ്ടത് അവരാണ്, അതുകൊണ്ട് തന്നെ അവരെ കടത്തിവിടണം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, പോലീസുകാരോട് മുന്നോട്ട് വെച്ചത്. പക്ഷേ കളക്ടറുടെയോ SP യുടെയോ നിർദ്ദേശമില്ലാതെ ഒരാളെയും കടത്തിവിടാനാവില്ല എന്ന പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധപൂർവ്വം പറയുകയായിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പരസ്പരം വാക്കേറ്റമുണ്ടായത്. ഒടുവിൽ MLA അദ്ദേഹം ബാരിക്കേഡ് മറികടന്ന് മാധ്യമപ്രവർത്തകരെയും കൊണ്ട് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് നടക്കുകയാണ്. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഈ 4 കിലോമീറ്റർ ദൂരത്തേക്ക് ഇനി സഞ്ചരിക്കാൻ പോവുകയാണ്. അപ്പോഴും, അതായത് MLA ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകുമ്പോഴും ഒരു തരത്തിലുള്ള വാഹനവും കടത്തിവിടാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം അപകടം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മഴയാണ്, അപകട സ്ഥലമാണ് എന്നൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചിരുന്നത്. പക്ഷേ പിന്നീട് ഈ മഴ മാറി നിൽക്കുന്നു, അത്തരത്തിൽ അപകടം എന്ന് പറയാവുന്ന ഒരു തരത്തിലേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല എന്നറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ ഈ മേഖലയിലേക്ക് കടത്തിവിടാത്തത് എന്ന ചോദ്യത്തിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ ഇപ്പോഴും അധികൃതർ തയ്യാറായിട്ടില്ല. അവിടെ എന്താണ് നടക്കുന്നത് എന്ന് ആർക്കും ഒരു തരത്തിലുള്ള വിവരവും അവർ കൈമാറിയിട്ടുമില്ല. അതുതന്നെയാണ് വലിയ പ്രതിസന്ധിയായി നിൽക്കുന്നതും. അതുകൊണ്ട് എത്രത്തോളം അവിടെ ഈ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നൊരു കൃത്യമായ വ്യക്തത പോലും ഉദ്യോഗസ്ഥർ നൽകുന്നില്ല. നമ്മൾ കളക്ടറെയോ അല്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിയോ ബന്ധപ്പെടുമ്പോൾ ഉണ്ട് ഇല്ല എന്ന ഉത്തരത്തിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ളൊരു മറുപടിയും ലഭിക്കുന്നില്ല. അവർ ഇതുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ നൽകാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ പോലും അത് പിന്നീട് നൽകാം. ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിന് ഉദ്യോഗസ്ഥരെല്ലാം അവർ നേരിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ദൃശ്യങ്ങൾ നൽകാനാവില്ല എന്നാണ് കേരളത്തിൽ നിന്നുള്ള ഹയർ ഒഫീഷ്യൽസും അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ ഇതുമായി ബന്ധപ്പെട്ടൊരു വിശദീകരണം ആവശ്യപ്പെടുന്നില്ലേ സരീഷ്? നേരത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ കാസർഗോഡ് അസിസ്റ്റൻറ്റ് കമ്മീഷണറും ഉൾപ്പെടെയുള്ളവർ ഈ സ്ഥലത്തേക്ക്, ഈ പരിശോധന നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിരുന്നു. പക്ഷേ അവരെയും ആദ്യഘട്ടത്തിൽ അവിടെ തടഞ്ഞു വയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് തടഞ്ഞു വയ്ക്കുകയും അവരെ തിരിച്ചയക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ജില്ലാ പോലീസ് മേധാവി എത്തിയാണ് ഈ അസിസ്റ്റൻറ്റ് കമ്മീഷണറെ മാത്രം അർജുനായുള്ള രക്ഷാദൗത്യം റഡാർ
അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് പുരോഗമിക്കുകയാണ് എന്നാണ് അധികൃതർ നൽകുന്ന വിവരം. ഈ രക്ഷാദൗത്യം നടക്കുന്ന ഇടത്തു നിന്ന് 4 കിലോമീറ്റർ, ഏകദേശം 4 കിലോമീറ്റർ മാറിയാണ് മാധ്യമങ്ങളും കുടുംബവും അടക്കമുള്ള ആൾക്കാർ ഇപ്പോഴുള്ളത്. ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന മേഖലയിലേക്ക് ഇവരെ കടത്തിവിടുന്നില്ല എന്നുള്ളതാണ് പ്രധാന ആക്ഷേപമായി ഈ ഘട്ടത്തിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ കുടുംബം ആരോപിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിൽ ഈ ഘട്ടത്തിലും ഒരു മെല്ലപ്പോക്ക് തുടരുന്നുണ്ട് എന്നുള്ളതാണ്. 4 ദിവസം കഴിഞ്ഞ 5ാമത്തെ ദിവസമാണ് ഇന്ന്. ഏകദേശം ഇതേ സമയത്താണ് 16-ാം തീയതി അർജുനെ കാണാതാകുന്നത്, അർജുൻ അപകടത്തിൽപ്പെടുന്നത്. 5ാം ദിനമാണ് ഇന്ന് രക്ഷാദൗത്യം ഇപ്പോൾ അവിടെ നടക്കുന്നത്. കർണാടക MLA അടക്കമുള്ള, കാർവാർ MLA അടക്കമുള്ള ആളുകൾ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. സരീഷ്, തുടരാം. ഏറ്റവും പുതിയ വിവരം, ഈ റഡാർ പരിശോധന ആരംഭിച്ചിരിക്കുന്നു. അതിൽ ലോറിയുടെ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശുഭകരമായ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ എവിടെയാണോ GPS സംവിധാനവും ഒപ്പം തന്നെ സിഗ്നലും ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ വാഹനത്തിൻ്റെ സിഗ്നൽ കണ്ടെത്തിയിരിക്കുന്നത്, അതേ മേഖലയിൽ ഇപ്പോൾ വാഹനം കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ വാഹനമുണ്ട് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതുതന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം കരയിൽ തന്നെ ഈ ലോറിയുണ്ട്. ഒരുപക്ഷെ എത്രയും വേഗം ഈ മണ്ണ് എടുത്തു മാറ്റിയാൽ ജീവനോടെ ഈ അർജുനെ പുറത്തെത്തിക്കാനാവും എന്നൊരു പ്രതീക്ഷയെങ്കിലും ഇപ്പോൾ ബാക്കിയാവുകയാണ്. അത്തരത്തിലൊരു വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്നത്. ഏറ്റവും ശുഭകരമായ കാര്യം അതുതന്നെയാണ്. കാരണം അല്പസമയം മുൻപാണ് NIT ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിൽ തന്നെയാണ് ഈ ലോറി ഉള്ളത് എന്നൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ശുഭസൂചകം എന്ന് തന്നെ വേണം പറയാൻ. ഇനി അറിയേണ്ടത് ഏത് തരത്തിലായിരിക്കും ഇവിടെ നിന്നും ഈ മണ്ണ് നീക്കുക എന്നുള്ളതാണ്. കാരണം അത് വലിയൊരു പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുന്ന ഒന്നാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ ഉദ്യോഗസ്ഥരെല്ലാം സൂചിപ്പിച്ചത്, കളക്ടർ പറഞ്ഞത് ഞങ്ങൾ ഏതാണ്ട് അടുത്താണ് ഈ മണ്ണ് അല്ലെങ്കിൽ നേരത്തെ GPS സിഗ്നൽ ലഭിച്ചതിന് തൊട്ടടുത്താണ് നമ്മളുള്ളത് എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതായത് 100 മീറ്റർ ദൂരമാണ് ഇനി ഈ GPS സംവിധാനം സ്ഥാപിച്ചല്ലെങ്കിൽ ഉള്ള സ്ഥലത്തേക്കുള്ളത് എന്നായിരുന്നു കേരളത്തിൽ നിന്നുള്ള മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ രണ്ട് വൈരുദ്ധ്യാത്മകമായ അല്ലെങ്കിൽ വൈരുദ്ധ്യപരമായ രണ്ട് പ്രതികരണങ്ങളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എത്രത്തോളം മണ്ണെടുത്താൽ ഈ സ്ഥലത്തേക്ക് എത്തിച്ചേരാനാവും എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. എന്തായാലും ഏറ്റവും ഗുണകരമാവുന്നത് നമുക്ക് ഈ സ്ഥലത്ത്, അതായത് ഇതുമായി ബന്ധപ്പെട്ട് റഡാർ പരിശോധനയിൽ അനുകൂലമായൊരു നീക്കമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പരിശോധനയിൽ കൃത്യമായി എവിടെയാണ് ഈ ലോറി ഉള്ളത് എന്ന് കൃത്യമായി കണ്ടെത്താനായിരിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഈ സമയത്ത്, അതായത് സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചത് രാവിലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകും എന്നായിരുന്നു. പക്ഷേ ഏതാണ്ട് ഇപ്പോൾ 11 മണി കഴിഞ്ഞിരിക്കുന്നു, 11:30 ആയിരിക്കുന്നു. ഇപ്പോൾ മാത്രമാണ് ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഇനി മനസ്സിലാക്കേണ്ടത് എത്രത്തോളം മണ്ണ് നീക്കം ചെയ്താൽ ഈ ലോറി കണ്ടെത്താനാവും എന്നുള്ളതാണ്. അതിന് നമുക്ക് കൃത്യമായൊരു വ്യക്തത ആരും തരുന്നില്ല. കാരണം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു പ്രതികരണങ്ങൾക്കും തയ്യാറാവുന്നില്ല. MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. MLA ഇവർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോഴും MLA പോലും കൃത്യമായൊരു മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഡെപ്യൂട്ടി കളക്ടറുമായി MLA സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മാധ്യമപ്രവർത്തകരെ അകത്തേക്ക് വിടാത്തത്, എന്തുകൊണ്ടാണ് അവർക്ക് കൃത്യമായ വിവരങ്ങൾ കൈമാറാത്തത് തുടങ്ങിയ കാര്യങ്ങളാണ് MLA ചോദിക്കുന്നത്. കാരണം ജനങ്ങളിൽ ആശങ്കയുണ്ട്. അത് കേരളത്തിലെ ആയാലും തമിഴ്നാട്ടിലെ ആയാലും ആൾക്കാർ ഈ മാധ്യമങ്ങൾ കാത്തിരിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ശുഭകരമായ വാർത്ത ലഭിക്കുമോ എന്ന് ആലോചനയിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ കടത്തിവിടാത്തത്? അവരെ കടത്തിവിട്ടില്ലെങ്കിൽ ഈ നാട്ടിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലേ എന്നൊരു ചോദ്യമാണ് MLA മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കടത്തിവിടണം എന്നൊരു കർശന നിർദ്ദേശം കൂടി
MLA നൽകിയിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികളുണ്ടാകുക. പക്ഷേ ഏറ്റവും അനുകൂലമായത്, ഈ മണിക്കൂറിൽ ഏറ്റവും ശുഭകരമായി ചിന്തിക്കേണ്ടത് ആ വാഹനം എവിടെയാണ് എന്നുള്ളത് കണ്ടെത്താനായി എന്നുള്ളതാണ്. ഒരു പക്ഷേ ഇന്നലെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധനയ്ക്ക് പകരം ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നേരത്തെ നടത്തിയിരുന്നെങ്കിൽ ഇതിനു മുൻപേ തന്നെ വാഹനം എവിടെയാണ് എന്ന് കൃത്യമായി കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. ആ വാഹന പരിശോധനയിൽ അല്ലെങ്കിൽ ആ പരിശോധനയ്ക്ക് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെ ഒരുപക്ഷെ ആദ്യ 3-4 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ആളുകളെ അല്ലെങ്കിൽ ഈ വാഹനം ഈ അർജുൻ മാത്രമല്ല മറ്റ് 2 പേർ കൂടിയുണ്ട്, അവരെ കൂടി കണ്ടെത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. പക്ഷേ അത്തരത്തിൽ ഇന്നലെ മണിക്കൂറുകളോളം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിക്കുന്നതിന് പകരം കൃത്യമായി ഇന്നലെ തന്നെ റഡാർ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഈ കാലതാമസം ഒഴിവാക്കാനാകും എന്ന് തന്നെയാണ് വിമർശനാത്മകമായി പറയുന്നത്. എന്തായാലും ഏറ്റവും ഗുണകരമായ ഒരു തീരുമാനം അല്ലെങ്കിൽ ഏറ്റവും ഗുണകരമാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇനി എത്രത്തോളം മണ്ണ് മാറ്റിയാൽ ഈ അർജുനിലേക്ക് എത്തിച്ചേരാനാകും എന്നുള്ളതാണ് കാണേണ്ടത്. എന്തായാലും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഈ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഇനിയും 3 കിലോമീറ്ററോളം സഞ്ചരിക്കണം. ഇവർ വാഹനം അനുവദിക്കാത്തത് കൊണ്ട് തന്നെ ഈ കാൽനടയായാണ് ഇവരെല്ലാം ഇവിടേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമാധാനകരമായ വാർത്ത എന്നുള്ളത് അർജുന്റെ വാഹനം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളതാണ്. റഡാർ ഉപയോഗിച്ചുള്ള തെരച്ചിലിലാണ് അർജുന്റെ വാഹനം ഇപ്പോൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. NIT സംഘം എത്തിയാണ് ഈ തെരച്ചിൽ നടത്തിയത്. ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഏറ്റവും സമാധാനകരമായ വാർത്ത തന്നെയാണിത്. 100 മീറ്ററിലധികം മണ്ണ് മാറ്റിയാലാണ് ഈ ലോറി കിടക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന പരിമിതമായ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനം ഊർജിതമായി നടക്കട്ടെ, അർജുനെ സുരക്ഷിതമായി എത്തിക്കാൻ സാധിക്കട്ടെ. സരീഷ് തുടരുക. അർജുന, അവളെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ കേരളത്തിൽ നിന്ന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി മന്ത്രി AK ശശീന്ദ്രൻ. രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ച ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ഓൺ ദ സ്പോട്ട് റിപ്പോർട്ട് നമുക്കും ലഭിക്കേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്തത്. പക്ഷേ അവരെ അവിശ്വസിച്ചിട്ടല്ല. എന്നാലും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടി നമ്മൾ നമുക്ക് കാണുമ്പോഴുണ്ടാകുന്ന ഒരു ബോധ്യവും പറഞ്ഞറിയിക്കുന്ന ബോധ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ നിയമിച്ചിട്ടുണ്ട്. ഈ അർജുൻ്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെയുണ്ട്. ഈ ഉദ്യോഗസ്ഥനും അവരും തമ്മിൽ ബന്ധപ്പെടുത്താനുള്ള ഏർപ്പാടും ഇപ്പോൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഈ കുടുംബത്തിൻ്റെ ആശ്വാസമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, സാങ്കേതികത്വമല്ല. അപ്പോൾ അവർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന് ചീഫ് സെക്രട്ടറിയുമായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. അദ്ദേഹവും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇർഫാൻ ഇബ്രാഹിം സേറ്റുണ്ട് വിശദാംശങ്ങളുമായി. ഇർഫാൻ, ഈ മണിക്കൂറിലെ ഏറ്റവും സമാധാനകരമായ കാര്യം എന്ന് പറയുന്നത് അർജുന്റെ വാഹനം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. 2 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണിപ്പോൾ അർജുന്റെ വാഹനം റഡാറിൽ പതിഞ്ഞിരിക്കുന്നത്. അത് ഏറ്റവും ആശ്വാസകരമായ കാര്യം തന്നെയാണ് കുടുംബത്തെ സംബന്ധിച്ചും. എന്നിരുന്നാൽ തന്നെയും ഇതിൻ്റെ ആദ്യ ഘട്ടം മുതൽ ഈ പരിശോധനയിലടക്കം ഒരു മെല്ലെപ്പോക്കുണ്ട് എന്നുള്ള ആരോപണം കുടുംബമടക്കം മാധ്യമങ്ങളടക്കം മുന്നോട്ട് വെച്ചിരുന്ന കാര്യമാണ്. അത് വാസ്തവവുമാണ്. മന്ത്രി പറയുന്നതനുസരിച്ച് കേരളം വേണ്ട എല്ലാവിധ ഇടപെടലുകളും നടത്തുന്നുണ്ട് എന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും മനുഷ്യസാധ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. ഇതിനുവേണ്ടി ഒരു പ്രത്യേക പോലീസ് സംഘത്തെ തന്നെ കേരളം കർണാടകത്തിലെ ശിരൂരിലേക്ക് അയച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മന്ത്രി പറഞ്ഞത്. ആ പോലീസ് സംഘം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു DYSP ഉൾപ്പെടുന്ന 3 അംഗ പോലീസ് സംഘമാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കാനും ആശയവിനിമയം കൂടുതൽ എളുപ്പമാക്കുവാനും വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ഈ DYSP ബന്ധപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ അപ്പോൾ തന്നെ തത്സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ധരിപ്പിക്കുന്നുണ്ട്. അതനുസരിച്ച് ആവശ്യമായ മറ്റ് സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെട്ട് ചെയ്ത് ഇവർക്ക് നൽകുന്നുണ്ട്. നേരത്തെ സരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും ആശ്വാസകരമായ വാർത്ത തന്നെയാണ് റഡാറിൽ അർജുൻ സഞ്ചരിച്ചിരുന്ന ആ ലോറി, ഭാരത് ബെൻസിൻ്റെ ആ ലോറി കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളത്. വലിയ പ്രതീക്ഷയാണ് ഈ കുടുംബത്തിനും ഇത് നൽകുന്നത്. ആ കുടുംബാംഗങ്ങളുമായി നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവരും പറഞ്ഞ വലിയ പ്രതീക്ഷയിലുണ്ട്, വലിയ പ്രതീക്ഷയാണ് തങ്ങൾക്കും ഉള്ളത് എന്ന് തന്നെയാണ്.
മന്ത്രിയും ഇക്കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. ഈ വലിയ പ്രതീക്ഷയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളം ഇത്ര സുസജ്ജമായി തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാവാൻ വേണ്ടി പോലും അവിടെ എത്തുന്നത്. മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് രണ്ടാമത്തെ ഒരു അയൽ സംസ്ഥാനത്തേക്ക് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു അല്ലെങ്കിൽ അതിനെ ഏകോപിപ്പിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് മന്ത്രിയും കഴിഞ്ഞ ദിവസങ്ങളിൽ മറ്റ് മന്ത്രിമാരും പറഞ്ഞത്. കേരളം കണ്ടിട്ടില്ലാത്ത സമാനതയില്ലാത്ത ഒരു അവസ്ഥയാണിത് എന്നുള്ള ഒരു കാര്യവും മന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കൃത്യമായ രക്ഷാപ്രവർത്തനം NDRFും നേവിയും SDRFും ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ഉൾപ്പെടെയുള്ള ഒരു സംയുക്ത സംഘം തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനും നേതൃത്വം നൽകുന്നത്. NIT നിന്നുള്ള വിദഗ്ധ സംഘം എത്തിയിരുന്നു. റഡാറിൽ അത് പതിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ ആശ്വാസകരമായ വാർത്ത. ഈ ഒരു വലിയ ഒരു പ്രതീക്ഷയാണ് ഈ നാടിനും ഈ കുടുംബത്തിനും ഒപ്പം നമുക്കും നൽകുന്നത്. 96 മണിക്കൂറിന് മേലെയായി അർജുനെ കാണാതായിട്ട് എന്ന ഒരു വാർത്ത വരുമ്പോൾ പോലും പ്രതീക്ഷകൾ മങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് റഡാറിൽ അർജുൻ്റെ വാഹനം പതിഞ്ഞു എന്ന ഒരു ആശ്വാസകരമായൊരു വാർത്ത നമുക്ക് മുന്നിൽ എത്തുന്നത്. അത് ഈ കുടുംബത്തിനും ഈ നാടിനും നൽകുന്ന പ്രതീക്ഷകൾ വാനോളമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുൻ്റെ തിരിച്ചുവരവെ നമുക്കും കാത്തിരിക്കാം. ശരി ഇർഫാൻ, തുടരുക. അങ്കോളയിലെ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായുള്ള രക്ഷാപ്രവർത്തനത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ചീഫ് സെക്രട്ടറി വി വേണു. സാധ്യമായതെല്ലാം അവിടെ ചെയ്യുകയാണ്. ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഏകോപനം നടത്തുന്നുണ്ട്. ശുഭവാർത്ത കേൾക്കുമെന്ന പ്രതീക്ഷയാണുള്ളതെന്നും വി വേണു പറഞ്ഞു. അവിടെ ഇപ്പോൾ ഈ റെസ്ക്യൂവിന് ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ളവരെല്ലാവരും അവിടെ നിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. NDRF ഉണ്ട്, അവിടെ SDRF ഉണ്ട്, അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇത് നേരത്തെ എക്വിപ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്, ടെക്നോളജി ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ റഡാറിൻ്റെ ഒക്കെ സഹായം അവർ തേടിയിട്ടുണ്ട്. നേവിയുടെ എക്സ്പേർട്സ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ വെതർ എത്രത്തോളം അവിടുത്തെ വെതർ പെർമിറ്റിംഗ് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ അടിയിൽ കിടക്കുന്ന വാഹനങ്ങളിലേക്ക് എത്താനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ഞങ്ങൾ കോൺസ്റ്റൻ്റായിട്ട് കർണാടക ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രത്യാശ വെച്ച് പുലർത്താം. ഇർഫാനിലേക്ക് തന്നെയാണ്. ഇർഫാൻ തുടരുന്നുണ്ട്. ഇർഫാൻ, നീണ്ട 5 ദിവസങ്ങൾക്ക് ശേഷം ഈ ഘട്ടത്തിൽ ആ കുടുംബത്തിന് ആശ്വാസമായ ഒരു ശുഭവാർത്ത ഉണ്ടായിരിക്കുകയാണ്. വാഹനം ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് അത് തന്നെയാണ് ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യം. ഈ വാർത്തയോട് കുടുംബം എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇർഫാൻ, മന്ത്രി എന്തൊക്കെ ഉറപ്പാണ് കുടുംബത്തിന് നൽകിയത്? കുടുംബത്തിൻ്റെ ആശങ്കകൾ കൃത്യമായി ചീഫ് സെക്രട്ടറിയെ മന്ത്രി അറിയിക്കുമെന്നാണ് കുടുംബത്തോട് നൽകിയ ഉറപ്പ്. കുടുംബവുമായി നമ്മൾ സംസാരിച്ചിരുന്നു, കുടുംബാംഗങ്ങളുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ബന്ധു ജിതിൻ അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ മനാഫ്, വാഹനത്തിൻ്റെ ഉടമ മനാഫും ഈ അപകട സ്ഥലത്ത് 4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ ഉണ്ട്. അപകട സ്ഥലത്തേക്ക് ഇപ്പോൾ കടത്തിവിടുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവരും നമ്മൾ പങ്കുവച്ചത്. കുടുംബവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ്. ഈ റഡാറിൽ വാഹനം കുടുങ്ങി അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിഞ്ഞു എന്നത് വലിയ ആശ്വാസമാണ് തങ്ങൾക്ക് നൽകുന്നത് എന്ന ഒരു വളരെ പ്രതീക്ഷയുള്ള ഒരു വാക്കുകളാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. എത്രയും പെട്ടെന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവൻ തിരിച്ചു വരുമെന്ന വലിയ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും കുടുംബം കഴിയുന്നത്. സഹോദരിയുമായും അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അക്ഷയമായി ഇപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ കുടുംബം തീർച്ചയായും അർജുൻ ഉടൻ തന്നെ തിരിച്ചു വരും, അർജുനെ കണ്ടെത്താൻ കഴിയും, ഉടൻ തന്നെ തിരിച്ചു വരും എന്ന വലിയൊരു പ്രതീക്ഷയാണ് അവർക്കും നൽകുന്നത്. ഏതായാലും കുടുംബത്തിന് വലിയ രീതിയിലുള്ള ആശങ്കകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആശങ്കകൾ കൃത്യമായി തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. മന്ത്രി A.K. ശശീന്ദ്രൻ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു, അവരുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായി ഇവർ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് മന്ത്രിയെ. മന്ത്രി അവിടെ നടക്കുന്ന പുരോഗതി സംബന്ധിച്ച് ഈ വിവരങ്ങളെല്ലാം കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട്. മന്ത്രിക്ക് അറിയാൻ കഴിഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മന്ത്രിക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ കുടുംബത്തെ കൃത്യമായി ധരിപ്പിച്ചിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ആശങ്കകൾ മന്ത്രി കൃത്യമായി ചീഫ് സെക്രട്ടറിയെ ധരിപ്പിക്കും എന്നാണ് അറിയിച്ചിരുന്നത്. ചീഫ് സെക്രട്ടറിയുമായി മന്ത്രി ഫോണിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾ നമുക്ക് നൽകുന്ന വിവരം. ഏതായാലും ചീഫ് സെക്രട്ടറി വാക്കുകൾ നമ്മൾ കേട്ടതാണ്. വി വേണു ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിച്ചിരുന്നു, നമ്മളുമായി ഉൾപ്പെടെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് വലിയ പ്രതീക്ഷയിലാണ് അവരുമുള്ളത്. ഏതായാലും ഒരു നാടാകെ ഒരു വലിയ അസംഖ്യം വരുന്ന രക്ഷാപ്രവർത്തകർ NDRFിൻ്റെയും നേവിയുടെയും SDRFിൻ്റെയും പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഉൾപ്പെടുന്ന ആ ദൗത്യ സംഘം അർജുൻ്റെ തിരിച്ചുവരവിനായി കാതോർക്കുന്നു. അതിനുള്ള സാധ്യമായതെല്ലാം ചെയ്യുന്നു. ഇപ്പോൾ മുൻപുണ്ടായിട്ടുള്ള വീഴ്ചകൾ എന്താണ് എന്നുള്ളത് പിന്നീട് ചർച്ച ചെയ്യാമെന്നാണ് മന്ത്രി പറഞ്ഞിരുന്നത്. ഇപ്പോൾ അർജുൻ്റെ ജീവൻ രക്ഷിക്കുക അല്ലെങ്കിൽ അർജുനെ കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യം മാത്രമാണ് തങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം രക്ഷാപ്രവർത്തകർക്ക് മുന്നിലും ഉണ്ടാകേണ്ടത്
എന്ന ഒരു കാര്യമാണ് മന്ത്രിയും പറഞ്ഞു വെക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് കൃത്യമായി ഓരോ മണിക്കൂറിലും അല്ലെങ്കിൽ ഓരോ നിമിഷം അനുനിമിഷം ഇതുമായി ബന്ധപ്പെട്ട പുരോഗതി നേരിട്ട് അറിയുവാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ തന്നെ മുഖ്യമന്ത്രി നേരിട്ട് ഒരു DYSP 2 പോലീസുകാർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെ തന്നെ മുഖ്യമന്ത്രി അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോഴും മനസ്സിലാവുന്നു. മന്ത്രിയും ഇക്കാര്യം തന്നെയാണ് ആവർത്തിച്ചത്. ഏതായാലും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞിരുന്നു ഇന്ന് രാവിലെ GPS കണക്ഷൻ ആ ബന്ധം പോയി എന്നറിഞ്ഞപ്പോൾ വലിയൊരു ആശങ്ക എല്ലാവരിലും ഉണ്ടായിരുന്നു. എന്നാൽ റഡാറിൽ ആ വാഹനം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള വലിയ ആശ്വാസകരം നൽകുന്ന ഒരു വാർത്ത തന്നെയാണ്. ഏതായാലും ആ പ്രതീക്ഷ ഇപ്പോഴും ആ കുടുംബം വെച്ച് പുലർത്തുന്നുണ്ട്. അർജുൻ്റെ സഹോദരങ്ങളുമായി സംസാരിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു ആശങ്കകൾ ഇപ്പോഴും കുടുംബത്തിനുണ്ട്. കൂടുതൽ ഊർജിതമായി തന്നെ തിരച്ചിൽ നടത്തേണ്ടതുണ്ട് എന്നൊരു കാര്യം തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. ഇന്നലെ ഒരു എന്താ പറയുക മഴ കനക്കുന്നൊരു സാഹചര്യമൊക്കെ ഇന്നലെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ പോലും കുടുംബം ആവശ്യപ്പെട്ടത് തിരച്ചിൽ തുടർന്നാൽ എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരു താമസം അത് ആ രക്ഷാപ്രവർത്തനത്തിന് വലിയ രീതിയിൽ പ്രതികൂലമായി തന്നെ ബാധിക്കും എന്നാണ് കുടുംബം ഇന്നലെ പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളം വലിയ സമ്മർദ്ദമാണ് സംസ്ഥാന സർക്കാർ കർണാടകത്തിന് മേൽ ചുമത്തിയിരുന്നത്. കേരളത്തിൽ നിന്നുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകളെ അങ്ങോട്ട് പറഞ്ഞയക്കുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ടും അതോടൊപ്പം തന്നെ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും AK ശശീന്ദ്രനും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും MK രാഘവൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടുത്തെ ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായും ഉത്തര കന്നഡയിലെ ജില്ലാ പോലീസ് മേധാവിയുമായും അതോടൊപ്പം തന്നെ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകളുമായും PWD ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായും നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്. കർണാടക ഗതാഗത മന്ത്രിക്ക് KB ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ഗതാഗത മന്ത്രി കത്തയക്കുകയും അതോടൊപ്പം തന്നെ കാര്യങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേരളം കാര്യമായി തന്നെ ഇടപെട്ടിരുന്നു. അതോടൊപ്പം തന്നെ ഇത് നിരന്തരം ഇവരുമായി ഒരു സമ്പർക്കം പുലർത്തുന്നുണ്ട്. ഫോണിലൂടെയും അല്ലാതെയും കത്തിടപാടുകളിലൂടെയും അതോടൊപ്പം തന്നെ നിരന്തരം ഇവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിൽ കേരളത്തിൻ്റെ ഒരു ഏകോപനവും കൃത്യമായി തന്നെ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു സംസ്ഥാനത്ത് നിന്നുകൊണ്ട് അയൽ സംസ്ഥാനത്ത് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഏകോപനം സംഘടിപ്പിക്കുന്ന സംസ്ഥാന സർക്കാർ ആണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത്. അതോടൊപ്പം തന്നെ കർണാടകത്തിന് മേൽ എന്താ പറയുക വലിയൊരു സമ്മർദ്ദം പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. DK ശിവകുമാറിനെയും സിദ്ധരാമയ്യ ഉൾപ്പെടെയുള്ള ആളുകളെ ഫോണിൽ ബന്ധപ്പെട്ട് കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. MK രാഘവൻ MP ഒക്കെ വലിയ ഒരു രീതിയിലുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മന്ത്രിമാർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച KB ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കാര്യമായി തന്നെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഇർഫാൻ, ഈ ഘട്ടത്തിൽ വണ്ടി ലൊക്കേറ്റ് ചെയ്തു എന്നുള്ളത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ്. ആശങ്കയ്ക്ക് ഒരൽപ്പം കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളതും തള്ളിക്കളയുന്നില്ല. എന്നിരുന്നാൽ തന്നെയും നമ്മൾ ആദ്യ ഘട്ടം മുതൽ പറയുന്നത് പോലെ ഈ മെല്ലെപ്പോക്ക്, ഈ രക്ഷാദൗത്യത്തിൽ ഈ മെല്ലെപ്പോക്ക് ഇനിയും തുടരുന്നത് അപകടകരം തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ഇടപെടലാണ് കേരള സർക്കാർ നടത്തിയിട്ടുള്ളത്? അതുമായി ബന്ധപ്പെട്ട് എന്താണ് മന്ത്രി വ്യക്തമാക്കുന്നത്? ഇത് ചോദിക്കാൻ കാര്യം ഇർഫാൻ, ഈ കേരളത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ഹയർ ഒഫീഷ്യൽസിനടക്കം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനം നിഷേധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ രക്ഷാദൗത്യം ഊർജിതമാക്കാൻ, ഈ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കാൻ എത്തരത്തിലുള്ള നടപടികളാണ് കേരളം നടത്തുന്നത്? വലിയ സമ്മർദ്ദം തന്നെയാണ് കേരളം ഇതുമായി ബന്ധപ്പെട്ട നടത്തുന്നത്. വലിയ ഇടപെടൽ നടത്തുന്നുണ്ട്. കാര്യങ്ങൾ മെല്ലെപ്പോക്ക് ഉണ്ടാവുന്നു എന്ന കുടുംബത്തിൻ്റെ ഒരു പരാതി അത് പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഒരു DYSP ഉൾപ്പെടെയുള്ള ഒരു 3-അംഗ അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഇർഫാനിലേക്ക് മടങ്ങിയെത്താം. അർജുൻ സഞ്ചരിച്ച ലോറിയുടെ ഉടമ മനാഫ് ചേരുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം. മനാഫ്, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആശ്വാസകരമായ ഒരു വാർത്തയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തി എന്നുള്ളത്. മനാഫ്, അതേ സ്ഥലത്ത് തന്നെ തുടരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പ്രവേശനം സാധ്യമായോ? എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ഇല്ല, ഞങ്ങൾക്ക് ഉള്ള കയറാം, കുഴപ്പമൊന്നുമില്ല. മാധ്യമപ്രവർത്തകർക്ക് കയറാൻ പറ്റില്ല എന്നുള്ളൂ. ശരി മനാഫ്, അവിടെ എത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നടക്കുന്നത് മനാഫ്? ഈ മണ്ണ് അവിടെ നിന്ന് നീക്കം ചെയ്യാണ്. ശാസ്ത്രീയമായിട്ടുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിലും മണ്ണ് ജസ്റ്റ് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തൊട്ടടുത്ത സ്ഥലത്തേക്ക് തട്ടി പോവുകയാണ് വണ്ടികൾ. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ഈ ലോറി കണ്ടെത്താൻ 100 മീറ്ററിലധികം മണ്ണ് നീക്കണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വേഗത്തിൽ ഈ നടപടികൾ
പുരോഗമിക്കുന്നുണ്ടോ? അതെ അതെ അതെ, വേഗത്തിൽ എന്ന് പറഞ്ഞൂടാ, നടപടികൾ നടക്കുന്നുണ്ട്, പണി നടക്കുന്നുണ്ട്, പക്ഷെ അത് സ്ലോ ആണ്. അങ്ങനെ ഇപ്പൊ ഇത് നല്ലൊരു ചാൻസ് ആണ്. കാലാവസ്ഥ നല്ലൊരു കാലാവസ്ഥ, വെയിലുണ്ട്. ഹലോ മനാഫ്, കേൾക്കാൻ പറഞ്ഞോളൂ. അതെ, നെറ്റ്വർക്കിന്റെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ. നല്ല കാലാവസ്ഥ ആണ്. ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത മഴ വരുന്നതിന് മുമ്പേ പരമാവധി മണ്ണ് അവിടുന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വൈകുന്നേരത്തിന്റെ ഉള്ളിൽ ആള് പുറത്തെത്തും.